so welcome back to my YouTube channel. So good morning. അപ്പം ഇന്ന് തൊട്ട് ഞാൻ വിചാരിച്ച് ലൈക്ക് ഒരു 7 days സീരീസ് പോലെ എന്തെങ്കിലും വ്ളോഗ് ഇടാന്ന്. കാരണം ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഞാൻ വ്ളോഗ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുള്ളൂ. ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക്. അതുപോലെ തന്നെ ഈ വ്ളോഗിൽ ഞാൻ ബേസിക്കലി ഒരു ഡേ ഞാൻ കാണിക്കുന്നത്. എന്നും എൻ്റെ ഡേ ഇപ്പോൾ സെയിമാണ്, വേറെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല ലൈഫിൽ, എല്ലാം സെയിമാണ്. സോ ഞാൻ വിചാരിച്ച് അതിൽ കൂടെ ഒരുപാട് ബീഫാം റിലേറ്റഡ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതും കൂടെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ ചെയ്യാമെന്ന്. കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ഒന്നും ചെയ്യണില്ല, മടി പിടിച്ചിരിക്കുകയാണ്. സോ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അപ്പം ഇത് നടക്കും, അത് നടക്കും. അപ്പം അതാണ് എൻ്റെ ഒരു പ്ലാൻ. സോ ഇന്നോട്ട് ഒരു 7 days സീരീസ് ഞാൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക്. സോ റെഡി ആയി കഴിഞ്ഞ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. എന്നാലും ഞാൻ നേരത്തെയാണ്, അപ്പം ഇനി കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാം. ഇന്നപ്പം ഒരാഴ്ചത്തേക്ക് ശേഷം ഞാൻ ജിമ്മിൽ പിന്നെയും തിരിച്ചു പോവുകയാണ്. ജിം ട്രെയിനറിന് ഓർമ്മ ഉണ്ടാവുമെന്തോ, ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ജിമ്മിനായിരുന്നു. ലൈക്ക് എനിക്ക് വിഷമം വരെയായിരുന്നു. ഞാൻ കുറേ വാരി വലിച്ച് ഇത്ര നേരം ഇവിടെ നിന്നപ്പോഴൊക്കെ ഡയറ്റിലായിരുന്നു. വീട്ടിൽ പോയപ്പം വാരി വലിച്ച് തിന്നുമ്പോൾ ഒന്നും തോന്നില്ല, തിന്ന് കഴിയുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് തോന്നും. ഇത്രയും കഴിക്കണ്ടായിരുന്നു, ആവശ്യത്തിന് കഴിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ. അങ്ങനെ കുറച്ചൊരു റിസൾട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഇപ്പം പഴയ പോലെ ആയിട്ടുണ്ട്. ഇനി ജിമ്മിൽ പോയി കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം, ഡയറ്റൊക്കെ നോക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഫ്രൈയിങ് പാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ കുക്ക് ചെയ്യില്ല, അതാണ് അടുത്തൊരു പ്രശ്നം. അങ്ങനെ ഞാൻ നോക്കും, സോയാബീൻ, എഗ്ഗ്, ബനാന, അങ്ങനത്തെ ഞാൻ ഓക്കെ അതൊക്കെ വാങ്ങണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു. നോക്കാം. ഓക്കെ, പിന്നെ ഇതൊക്കെ തന്നെ. ഓ മൈ ഗോഡ്, ചെരുപ്പിട്ടില്ല, വീട്ടിലുള്ള ചെരുപ്പിട്ട് പോവുകയാണ്. പിന്നെ ഞാനിപ്പം ഗ്രീൻ ടീ എടുക്കും. അപ്പം ഓഫീസിൽ ചായ ഇട്ടൂലേ, ഞാൻ ഷുഗർലെസ്സാണ് കുടിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ അത് തീരെ പറ്റുന്നില്ല. സോ അതിന് പകരമായിട്ട് ഞാൻ ഗ്രീൻ ടീ അവിടെ നിന്ന് കൊണ്ടുപോകും, ടീ ബാഗ്. അവിടെ പോയിട്ട് ഇത് കുടിക്കും. അതിരസം ബേക്കറി. മുറുക്കുണ്ട്. ഓ മൈ ഗോഡ്, മഴ. പെരുമഴ. ഇന്നത്തെ ജിമ്മും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ലൈക്ക് എൻ്റെ ട്രെയിനർ ലീവാണ്. എനിക്ക് ട്രെയിനർ ഇല്ലെങ്കിലേ ട്രെയിനറിനെ മിസ് ചെയ്യും. കാരണം എനിക്ക് ട്രെയിനർ കാണിച്ചു തന്നാലേ അറിയാവൂ വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ മൊണ്ണേനെ പോലെ നോക്കി നിൽക്കണം. അതുകൊണ്ട് എനിക്കിഷ്ടമല്ല ട്രെയിനർ ഇല്ലാത്തപ്പോഴേ. ഞാൻ അവിടെ നിന്ന് മാസ്റ്റർ ഇല്ല എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴേക്കും ഇന്ന് താൽക്കാലികമായി വേറൊരു മാസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാസ്റ്റർ വന്ന് പിന്നെ
അതൊക്കെ തന്നെ. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് മുട്ടയും പഴവും വാങ്ങണം. സോ നമുക്കിനി അങ്ങോട്ട് പോവാം. ഈ ഒരു കുട്ടിക്കടയിൽ നിന്നാണ് നമ്മൾ മുട്ടയും പഴവും വാങ്ങുന്നത്. ഓക്കെ, ഇനി നേരെ വീട്ടിലോട്ട്. പിന്നെ ഈ വീഡിയോ ഇന്ന് എഡിറ്റ് ആക്കണമെന്നൊക്കെയായിരുന്നു എൻ്റെ രാവിലത്തെ ചിന്ത. എന്നെ കാണാൻ പറ്റുന്നില്ലല്ലേ? ഇനിയിപ്പോൾ എന്താവും എനിക്ക് അറിഞ്ഞൂടാ. കുറേ നാൾക്ക് ശേഷം വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഫസ്റ്റ് ടൈം വർക്കൗട്ട് ചെയ്യണ പോലെ ഉണ്ട്. നല്ല ബോഡി പെയിൻ ഉണ്ട്. വാവ്, നോക്കാം. സോ ഇന്ന് ഡിന്നർ കുറച്ച് റിച്ചാണ്. ചപ്പാത്തി, വെജിറ്റബിൾ കറി. സോ നമുക്ക് ഒരു മുട്ട തിന്നാം. നാളെ രാവിലെ എന്തായാലും ഇവിടെ ലെമൺ റൈസ് ആയിരിക്കും. നമുക്ക് ബാക്കിയുള്ള 2 മുട്ടയും കൂടെ കഴിക്കാം. സോ ഇതാണ് നമ്മുടെ ഡിന്നർ. ഓ മൈ ഗോഡ്, റൂമെത്തി. ഈ ഫ്ലോറെന്നും പറഞ്ഞ് വേറെ ആരെയോ റൂമിൽ കയറിഞ്ഞ് ഇപ്പം പോയിരുന്നു. നാണം കിട്ട്. അയ്യോ. ഓക്കെ, അപ്പം ഞാനിനി പോയി കുളിച്ച് ഫ്രഷായിട്ട് വരാം. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഭയങ്കര ഡാൻഡ്രഫാണ് ഇവിടെ വന്നിട്ട്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ്, വെള്ളവും ക്ലൈമറ്റും. അതെന്താ ടാൻ നോക്ക്. എൻ്റെ ഫേസും കൈയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതെയാണ് ഇരിക്കണേ. ടാൻ അടിച്ച് സൊല്യൂഷൻ എനിക്ക് അറിഞ്ഞൂടാ, എന്താണ് ചെയ്യേണ്ടതെന്നേ. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ ലെമണൊക്കെ വെച്ചിട്ട് കൈ വല്ലതും അടിച്ചു പോവും സ്കിന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ സംസാരിച്ച് ഇവിടെ വായും തുറന്ന് നിൽക്കണ്ട. ഞാൻ പോട്ട്, ഞാനൊന്ന് കുളിക്കട്ടെ. സോ അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായി. ഇനി ഉറങ്ങിയാൽ മതി, അങ്ങനത്തെ ഒരു ഇതിൽ വന്നിരിക്കുകയാണ്. സോ ഞാൻ രാവിലെ മോർണിംഗ് പറഞ്ഞതുപോലെ ലൈക്ക് ബീഫ് ഫാം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഞാൻ ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ച്. സോ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നൊരിതാണ് ലൈക്ക് ഞാൻ ബീഫ് ഫാം എങ്ങനെ എത്തിപ്പെട്ടു, ലൈക്ക് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണോ ബീഫ് ഫാം എടുത്തത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെ ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഓർഡറിൽ നമുക്ക് തുടങ്ങാം. സോ ബേസിക്കലി എനിക്ക് എൻ്റെ അമ്മ ബീഫ് ഫാം പഠിച്ചതാണ്, ഫാർമസിസ്റ്റാണ്. സോ എനിക്ക് ആ ഒരു ഫീൽഡ് താല്പര്യമേ ഇല്ലായിരുന്നു. ലൈക്ക് എൻ്റെ മനസ്സിലും ഇങ്ങനെ ഫാർമസിസ്റ്റായിട്ട് എന്താണ് ഇങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ, അങ്ങനത്തെ ഒരു കൺസെപ്റ്റായിരുന്നു. എനിക്ക് പൊതുവേ താല്പര്യം ഇല്ലായിരുന്നു ഫാർമസിസ്റ്റ്. ഞാൻ ആ ഒരു ഇത് ആലോചിച്ചിട്ടേ ഇല്ല, ഞാനിങ്ങനെ ആവുമെന്ന് അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ലൈക്ക് എനിക്ക് കൊച്ചിലെ തൊട്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഡോക്ടർ ആവാനായിരുന്നു ഇഷ്ടം. ആരാവണമെന്ന് ചോദിച്ചാൽ എനിക്ക് കൊച്ചിലെ ആൻസർ ഡോക്ടർ ആവണമെന്നായിരുന്നു. പിന്നെ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. +2 കഴിഞ്ഞപ്പോൾ നീറ്റ് എഴുതി. നീറ്റിന് വേണ്ടി കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നീറ്റ് എഴുതിയപ്പം ഫസ്റ്റ് ചാൻസിന് കിട്ടിയില്ല. പിന്നെ ഞാൻ റിപ്പീറ്റിനും കാര്യങ്ങളിലൊന്നും നിന്നില്ല. മീൻസ് എന്നെ ആരും ഒന്നും പുഷ് ചെയ്തില്ല, റിപ്പീറ്റ് ചെയ്യുന്നൊന്നും പറഞ്ഞില്ല. സോ ഞാൻ പിന്നെ അതങ്ങ് വിട്ട്. അപ്പോൾ ഒരു ചെറിയൊരിതുണ്ടായിരുന്നു, ലൈക്ക് ഡോക്ടർ ആവണമെന്നല്ല ആഗ്രഹം. അപ്പം പെട്ടെന്നങ്ങ് വിട്ടപ്പം ചെറിയ രീതിയിൽ, എന്നാലും ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. എന്താണോ എനിക്ക് റിപ്പീറ്റ് ചെയ്യണം, ഇതേ പറ്റൂ, അങ്ങനെ ഒന്നും മൈൻഡിലില്ലായിരുന്നു. അപ്പം ആ സമയം നീറ്റിൻ്റെ കൂടെ ഞാൻ കീമോ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ കീമോ എഴുതിയപ്പം എന്തോ ഒരു ഭാഗ്യത്തിന് കീമോ കിട്ടി. അപ്പം ഞാൻ എൻജിനീയറിംഗ് അല്ല, ഫാർമസി ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത് കീമിൽ. അപ്പോൾ ഫാർമസി അത് കിട്ടി. അപ്പോഴെനിക്ക് വലിയൊരു വേണമെന്നല്ല, വേറൊരു ഓപ്ഷനും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ പിന്നെ പണ്ട് വിചാരിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഞാൻ അങ്ങ് ജോയിൻ ചെയ്തപ്പം ഇങ്ങനെയാണ്, ലൈക്ക് ഇതാണ് ജോയിനിങ്, ഇതാണ് ഞാൻ ഫാർമസിയിലോട്ട് ഇങ്ങനെയാണ് എത്തിപ്പെട്ടത്. പിന്നെ ജോയിൻ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്കത്ര എന്താണെന്ന് പറഞ്ഞൂടാ, ഞാൻ ചിന്തിച്ചിട്ടില്ല ജോയിൻ ചെയ്തിട്ട് അവസാനം എന്തോന്നാവുന്ന, ലൈക്ക് ഫാർമസിസ്റ്റായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന, ഇങ്ങനെ ഇൻഡസ്ട്രി ഉള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ വിചാരിച്ചത് പഠിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോവുമായിരിക്കും, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോവുമായിരിക്കും, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് മാത്രമേ എനിക്കന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല എന്തായി തീരുന്നേ. കയറി
അങ്ങനെയായിരുന്നു ഞാൻ ഫാർമസിയിൽ എത്തിപ്പെട്ടത്. പിന്നെ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ മരുന്നുണ്ടാക്കുന്ന കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഫാർമ കമ്പനികളുണ്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് എനിക്ക് ഒരു ആരോ പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു കോളേജിൽ ടീച്ചർമാരാരോ പറഞ്ഞിട്ട് എനിക്ക് ഒന്ന് മനസ്സിലായി അങ്ങനൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് നോക്കാൻ തുടങ്ങി. എന്താണ്, എനിക്കിങ്ങനെ ഓടി നടന്ന് പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരിടത്തിരുന്ന് അങ്ങനെയല്ല, കുറച്ച് ഒരിടത്തിരുന്ന് പണിയെടുക്കാൻ ഇഷ്ടമുണ്ട്. അതിനെപ്പോലെ തന്നെ എനിക്കിങ്ങനെ ഓടി നടന്ന് പണിയെടുക്കാൻ കുറച്ചും കൂടെ ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഫാർമസി, എനിക്ക് അറിഞ്ഞൂടാ എന്താണ് അവിടെ എന്താണ് ഫങ്ഷൻ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഞാനിങ്ങനെ ആലോചിച്ച് കൂട്ടി ലൈക്ക് പ്രൊഡക്ഷൻ അല്ലേ, അപ്പം നമുക്ക് കുറേ ഇങ്ങനെ ഓടി നടന്ന് ലൈക്ക് മരുന്ന് പൊടി ഇതിലെടുത്ത് മിക്സ് ചെയ്യുക, അങ്ങനെയൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അങ്ങനെയായിരിക്കും പ്രൊഡക്ഷൻ എന്നൊക്കെ. അപ്പം ഇങ്ങനെ ഓടി നടന്ന് പണിയെടുക്കാം, വാവ്. അങ്ങനെയാണ് ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് വരണമെന്നൊക്കെ വിചാരിച്ചു. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻറ്റേൺഷിപ്പ് വന്ന്, ഒരു ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 6th സെമ്മ് കഴിയുമ്പോഴേക്കും ഒരു ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അപ്പം ആ ഇൻറ്റേൺഷിപ്പിന് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി. ലൈക്ക് ചാൻസ് കിട്ടിയെന്നല്ല, നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഇൻഡസ്ട്രിയിൽ നമുക്ക് ട്രെയിനിങ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഫാർമസിയിലും നമുക്ക് ലൈക്ക് ഹോസ്പിറ്റൽ ഫാർമസി അങ്ങനെ നമുക്ക് ട്രെയിനിങ് ചെയ്യാം. അപ്പം എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഹോസ്പിറ്റൽ നമുക്ക് അറിയാമല്ലോ, ഇങ്ങനെ അറിഞ്ഞൂടാ മീൻസ് അങ്ങനെയല്ല, ചുമ്മാ ഡിസ്പെൻസിങ് മാത്രമല്ല ഹോസ്പിറ്റലിലുള്ളത്, കുറേ പണികളുണ്ട്. എന്നാലും ഹോസ്പിറ്റലിലൊരു ബേസ് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇൻഡസ്ട്രിയിൽ എന്തായിരിക്കും നടക്കണമെന്നൊന്ന് അറിയാമെന്ന്. അങ്ങനെ പേരും നാളൊക്കെ കൊടുത്ത് പോയി. എനിക്ക് തോന്നുന്നു 1 month ട്രെയിനിങ് ആയിരുന്നു ആലപ്പുഴ KSTPയിൽ വെച്ചിട്ട്. സോ അവിടെ എത്തിയപ്പം ഇതൊക്കെ കണ്ടപ്പോഴേക്കും എൻ്റെ ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഇങ്ങനെ പൊടിയിലൊക്കെയൊന്നുമില്ല മരുന്നുണ്ടാക്കണത്. അപ്പം നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചതിനെക്കാട്ടി. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ലൈക്ക് എന്തോ ഞാൻ അപ്പോഴേ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യണുള്ളൂ, ലൈക്ക് ഒരു ഫാർമ ഇൻഡസ്ട്രിയിൽ തന്നെ കയറണം. പക്ഷെ എനിക്ക് പ്രൊസീജിയർ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടായിരുന്നു, എങ്ങനെ ഇങ്ങോട്ട് എത്തും. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന സാറുമാരത്തൊക്കെ ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് ഇവിടെ ലൈക്ക് എങ്ങനെയാണ്. അപ്പം അവർ ഇങ്ങനെ ടെസ്റ്റ് എഴുതണം, പിന്നെ വേക്കൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഫ്രഷേഴ്സിനൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ, എങ്ങനെ എടുക്കണമെന്ന് എനിക്കൊന്നും അറിഞ്ഞിടാം. പിന്നെ കോളേജിലൊരു സാറുണ്ട്, അജിത് സാറ്. അപ്പം സാറിന് ഇതിനെക്കുറിച്ച് കുറച്ച് നോളജ് ഉണ്ട്. അങ്ങനെ ഞാൻ സാറായിട്ട് ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ സംസാരിക്കുമായിരുന്നു, എങ്ങനെ ഇൻഡസ്ട്രിയിൽ എത്തിപ്പെടാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാനങ്ങനെ ഉറപ്പിച്ച്. പിന്നെ ഇതിനിടയ്ക്ക് എനിക്കൊരു ഇത് വന്നു കേട്ടോ, ലൈക്ക് മാസ്റ്റേഴ്സ് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ഇവിടെ എത്തിയിട്ടില്ല, അപ്പോൾ പുറത്ത് പോകണം എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ അത് പോകാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് വെച്ചിട്ട് അതൊരു സൈഡിൽ കൂടെ നടക്കുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് വെച്ചിട്ടാണ് ലാസ്റ്റ് എനിക്കൊരു ഇൻറ്റേൺഷിപ്പ് കിട്ടി 1 month കോളേജിൽ നിന്ന്. അതായിരുന്നു ഞാൻ വർക്ക് ചെയ്യണ എൻ്റെ ഇപ്പോഴത്തെ കമ്പനിയിൽ എനിക്ക് 1 month ഇൻറ്റേൺഷിപ്പ് കിട്ടി. അങ്ങനെ അവിടെ പോയി 1 month ഇൻറ്റേൺഷിപ്പ് ചെയ്തു. അപ്പോഴും എനിക്ക് ഇത് തന്നെ മതിയെന്നായിരുന്നു. പക്ഷെ എങ്ങനെ ഇങ്ങോട്ട് എത്തും, ആരെന്നെ സെലക്ട് ചെയ്യും, ഇൻ്റർവ്യൂ ഉണ്ടോ? അതുപോലെ ഇവിടെ ലൈക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വന്ന ടൈം നാട്ടിൽ ഞാൻ വന്ന അന്ന് നാട്ടിൽ അവിടെ ഈ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പസ് ഡ്രൈവ് നടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ശുഭമായിട്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഇൻറ്റേൺഷിപ്പ് തീർന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ നടത്തി. അങ്ങനെ എന്തോ ഒരു ഭാഗ്യവും എന്തൊക്കെയോ കൊണ്ട് ഇവിടെ കിട്ടി. അങ്ങനെ ഇവിടെ കിട്ടി. അതാണ് എൻ്റെ കഥ. ഞാൻ ഫാർമസിയിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്ന്. ഇപ്പം ലോങ് സ്റ്റോറി ആയിപ്പോയില്ലേ, ബി-ഫാമിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കഥ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും മതി ബി-ഫാം റിലേറ്റഡ്. ഇനി നാളെ വേറെ കഥയുമായിട്ട് ഞാൻ വരാം. സോ അതൊക്കെ തന്നെ. ഇനി വേറെ പണിയൊന്നുമില്ല. ഇനി കുറച്ച് സ്നാക്സ് ടേസ്റ്റ് ചെയ്യാനുണ്ട്. ലൈക്ക് പ്രകാശ് ചേട്ടൻ വീട്ടിൽ നിന്ന് വന്നപ്പം കുറേ സേലം സ്പെഷ്യലായിട്ടുള്ള സ്നാക്സ് കൊണ്ടുവന്ന്. പേര് ഞാൻ മറന്നുപോയി. ഇങ്ങനൊരു സ്നാക്സ് ഉണ്ട്, ഒരു മുറുക്ക്, വട്ട മുറുക്കുണ്ട്,
ഇങ്ങനത്തെ ഒരു സാധനം. ഇതും ഒരു കൈൻഡ് ഓഫ് മുറുക്കാണെന്ന് തോന്നുന്നു. ഡയറ്റും കാര്യങ്ങളിലുമാണ്. അപ്പം എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ വീട്ടിലത്തൊക്കെ സാധനങ്ങൾ മീൻസ് ഇങ്ങനെ സ്പെഷ്യൽ സാധനങ്ങളില്ലേ, വീട്ടിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവരുന്ന സാധനങ്ങൾ, അതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഡയറ്റ് നോക്കാൻ പാടില്ല. ഇതൊക്കെ റെയർലി വല്ലപ്പോഴും ആണ്ടിലൊരു പ്രാവശ്യമൊക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനത്തെ സ്നാക്സും ഇങ്ങനത്തെ വെറൈറ്റി ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത സാധനങ്ങൾ കിട്ടണം. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കുറച്ച് കഴിക്കണില്ല, യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് എൻ്റെ ഒരു തിയറി. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ സന്തോഷത്തോടെ കൊണ്ടുവന്ന് തരുമ്പം ഞാൻ കഴിക്കും. അതാണ് എൻ്റെ തിയറി. അതിപ്പോൾ ഷുഗർ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും. അല്ലാതെ ഇങ്ങനെ സ്പൈസി സാധനങ്ങളൊക്കെ ഞാൻ ഒരു 2 എണ്ണമെങ്കിലും കഴിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ച് വെച്ചേക്കാണ്. ബാക്കി ഞാൻ ഷുഗർ കട്ടാണ്. ടീ കുടിക്കില്ല, കോഫി കുടിക്കില്ല, ഗ്രീൻ ടീ ഉള്ളി, പിന്നെ ഫുഡ് കൺട്രോളിങ് എല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ സ്പെഷ്യൽ സാധനങ്ങൾ കിട്ടിയാൽ ഞാൻ കഴിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. നെക്സ്റ്റ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഡെയിലി വ്ളോഗ് എടുക്കണം. ഞാൻ മടിച്ചിരിക്കും അല്ലെങ്കിൽ. ഓക്കെ, അപ്പം നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.